ശിക്ഷ എന്ന കഥയുടെ തുടർഭാഗം. രാമേന്ദ്രൻ്റെ മൃതദേഹവുമായി നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു കൂടെ. ഇതൊന്നും അറിയാതെ രാമേന്ദ്രൻ്റെ അമ്മയും തൻ്റെ അച്ഛനും അമ്മയും താൻ എങ്ങനെ ആ അമ്മയോട് പറയും നിങ്ങളുടെ മകൻ ഇനി വരില്ല, അമ്മയെന്ന് വിളിക്കില്ല എന്ന്. നാട്ടിലെത്തിയ എല്ലാവരും അറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഒരു മുറിയുടെ മൂലയ്ക്ക് ഒരു മരപ്പാവ കണക്കെ രേണുകയിരുന്നു. ആ ഇരിപ്പ് എത്ര നേരം ഇരുന്നെന്ന് അറിയില്ല. മോളെ, ആ വിളി കേട്ടാണ് തലയുയർത്തിയത് രാമേന്ദ്രൻ്റെ അമ്മ. ഇനിയെങ്കിലും നീ ഒന്ന് പൊട്ടിക്കരയൂ. അത് കേട്ടതും രേണുക അലമുറയിട്ട് കരഞ്ഞു. അവർ അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, കരഞ്ഞ് നീ തളരരുത്. നീ ഇന്നൊരാളല്ല, മറ്റൊരാൾക്ക് വേണ്ടി കൂടി നീ ജീവിച്ചേ മതിയാകൂ. എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞ് ഒന്ന് കുളിക്കൂ. ഈ അമ്മയ്ക്ക് ഇനി നീയും ഈ കുഞ്ഞുമേയുള്ളൂ, എൻ്റെ മകൻ്റെ ആകെയുള്ള സ്വത്ത്. 2-3 ദിവസം കിടപ്പ് കിടന്നു. പിന്നെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി താൻ കിടന്നിട്ട് കാര്യമില്ല. പോയവർ ഒരിക്കലും തിരിച്ചു വരില്ല. ജീവിച്ചിരിക്കുന്നവർ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാകരുത്. ഈ 2 കുടുംബത്തിനും ഇനി ഞാനേ ഉള്ളൂ. രാമേന്ദ്രൻ നിർത്തിയെടുത്തതൊന്നും എനിക്ക് തുടങ്ങാതിരിക്കാൻ ആകില്ല. ജനിക്കുന്ന കുഞ്ഞിനെ വളർത്തണ്ടേ അന്തസ്സായിട്ട്. ആ ചിന്ത മാത്രമായി അവളുടെ മനസ്സിൽ. ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി. രേണുക പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ. രേണുകയ്ക്ക് കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലൊരു ആശ്വാസമൊക്കെ തോന്നി. പലതും മറക്കാൻ അവൾ ശ്രമിച്ചു, അല്ലെങ്കിൽ മറന്നെന്ന് ഭാവിച്ചു. വിഷമങ്ങളെല്ലാം ആരും അറിയാതെ ഉള്ളിലൊതുക്കി. 28 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പേരിട്ടു. രമ്യ, അതായിരുന്നു കുഞ്ഞിൻ്റെ പേര്. പേരിന് ഒരു 28 കെട്ട് നടത്തിയാണ് പേരിട്ടത്. മനസ്സിൽ ഒരുപാട് വേദനയാണെങ്കിലും രേണുക അമ്മയോടും അച്ഛനോടും ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തിരിച്ചു പോകാതിരിക്കുവാൻ സാധിക്കില്ല. ഞാൻ ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ദിവസം ലീവ് കിട്ടില്ല. ഇനി അതുകൂടിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? കുഞ്ഞിനെ വളർത്തണം, വീട്ടുചിലവ് നോക്കണം. എല്ലാത്തിനും ഇതല്ലാതെ മറ്റു വഴികളില്ല. അങ്ങനെ 1.5 മാസം പ്രായമായ കുഞ്ഞിനെയും മാതാപിതാക്കളെ ഏൽപ്പിച്ച് നെഞ്ചുപൊട്ടുന്ന വേദന ഉള്ളിലൊതുക്കി നാട്ടിൽ നിന്നും മടങ്ങി. ആദ്യമൊക്കെ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചു. പിന്നെ പലതും ചിന്തിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ തരമില്ലാതായി. രേണുക മടങ്ങിപ്പോയതു മുതൽ കുഞ്ഞിനെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടി മാതാപിതാക്കൾ. അവസാനം കുഞ്ഞ് സാഹചര്യങ്ങളുമായി ഇണങ്ങി തുടങ്ങി. തൻ്റെ ജീവിതത്തിൻ്റെ നിറം കെട്ടുപോയെങ്കിലും തൻ്റെ മകളുടെ ജീവിതം നിറപ്പകിട്ടുള്ളതാക്കുവാൻ അവൾ ആഗ്രഹിച്ചു. മകളുടെ ജീവിതത്തെക്കുറിച്ച് രേണുക നിറപ്പകിട്ടാർന്ന ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾക്ക് വേണ്ടി ചെയ്യണം. രാമേന്ദ്രന് ആഗ്രഹിച്ചതിനേക്കാൾ ഉയരത്തിലെത്തിക്കണം. രാമേന്ദ്രൻ തന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അത്. പൂർത്തിയാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇനി എൻ്റെ ജീവിതം. 2 വർഷം കൂടുമ്പോൾ രേണുക നാട്ടിലേക്ക് തിരിക്കും. എന്തൊക്കെ തൻ്റെ കുഞ്ഞിനായി വാങ്ങാമോ അതെല്ലാം വാങ്ങി കുഞ്ഞിന് നൽകും. രേണുകയെ കണ്ടാൽ പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചറിയാം. അമ്മയുടെ രൂപം ഫോണിൽ കണ്ടും മറ്റും ശബ്ദം കേട്ടും നല്ല പരിചയമാണ്. വന്നാൽ അച്ഛൻ്റെ അമ്മയെ കൊണ്ടുപോയി കാണിക്കും. രേണുകയാണ് 2 വീട്ടിലെയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. രമ്യയെ സ്കൂളിൽ ചേർത്തു. നഗരത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ. ഫീസിനത്തിൽ തന്നെ നല്ലൊരു തുകയും. സാരമില്ല, അവൾ പഠിക്കട്ടെ. രമ്യയെ അടുത്ത് നിർത്തി രേണുക പറഞ്ഞു, നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. അതിന് അമ്മ തിരിച്ചു പോകണം. ജോലി ചെയ്താലേ പൈസ കിട്ടൂ. മോൾ നന്നായി പഠിച്ച് മിടുക്കിയാകണം. അപ്പോഴേക്കും അമ്മ തിരിച്ചു വരും. അടുത്ത ഭാഗവുമായി